ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ചില്ലിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ ആദ്യം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് ഇങ്ങനെ ചില്ലിയാക്കി ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇങ്ങനെ പിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെ വേവിച്ചത്. പിന്നെ ഇതിനാവശ്യമുള്ളത് ചെറിയ ഉള്ളി ഞാൻ എടുത്തേക്കുന്നത്, അല്ലെങ്കിൽ സവാള ആയാലും എടുക്കാം. ചെറിയ ഉള്ളി എല്ലാം 2-3 വലുതെല്ലാം കീറി വെച്ചിട്ടുണ്ട്. ഒരു 2-3 പിടിയായിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ടൊമാറ്റോ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് ഒരു 3 പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്, മല്ലിയില. ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയ്ക്കകത്താണ് ചെയ്യുന്നത്. ഒരു 2-3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ഇച്ചിരി പെരുംജീരകം ഇടാം അതിലോട്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് വലിയ ജീരകം, പെരുംജീരകം അത് അങ്ങോട്ട് കൊടുക്കാം. അതെല്ലാം പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി അതിൻ്റെ ഇത്തിരി ഏറെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റായിട്ട് വരും. ഇതിനകത്ത് ഒരുപാട് മസാലകളൊന്നുമില്ല. മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നുമില്ല. കുരുമുളകും ഗരം മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ. പക്ഷെ അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പിടാം. നമ്മൾ ചിക്കൻ ഉപ്പ് ഇട്ടേക്കുന്നതാണ്. ഈ സവാള ഈ ചെറുള്ളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. ഇനി ഇതിലോട്ട് തന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിടാം. ഇപ്പോൾ തന്നെ കറിവേപ്പില കുറച്ചിടാം. കറിവേപ്പില, പച്ചമുളക് ഒരു 3 പച്ചമുളക്, ഒരു 2 പച്ചമുളക്, ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നന്നായി ഇതിലോട്ട് നമുക്ക് ഇനി ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞിടാം. ഒരു ടൊമാറ്റോ വലുതായിരിക്കും. ചെറുതാകുമ്പോൾ 2 എടുക്കാം. അതും ഒന്ന് വഴണ്ട് വരട്ടെ. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പോൾ ആ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ ചിക്കൻ വേവിച്ച്, എന്നാലും കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം. അത് കഴിഞ്ഞിട്ട് ഗരം മസാല, ഇത് വലിയ ജീരകം ചതച്ചത്. പിന്നെ ഇതിനകത്തേക്ക് വേണ്ടതാണ് കുരുമുളക് പൊടി. അത് കുറച്ച് ഓരോരുത്തരുടെ എരിവിൻ്റെ അനുസരിച്ച് ചേർക്കണം. ഈ പൊടികളെ എല്ലാം ഒന്ന് പച്ചമണം മാറി വെക്കാം. ഇത് ചിക്കൻ നമ്മൾ വേവിച്ച് വെച്ചതിൻ്റെ ആ സ്റ്റോക്ക് കൂടെ അങ്ങോട്ട് ഒഴിക്കാം. ഈ ചിക്കൻ ചില്ലിയാക്കി നമുക്ക് അങ്ങോട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ചില്ലിയാക്കിയതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെയും അപ്പത്തിൻ്റെ എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് വെച്ച് റോള് വാങ്ങി ഉണ്ടാക്കി അതിന് കുട്ടികൾക്ക് കൊടുത്തു വിടാം സ്കൂളിലൊക്കെ. ഒന്ന് അടച്ച് വെക്കാം. നമുക്കൊന്ന് അടപ്പ് മാറ്റുന്നത് ഇളക്കി കൊടുക്കും. ഇടയ്ക്കൊന്ന് ഇളക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം. കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങനെ ഫ്രൈ ആക്കുന്നതിനെക്കാട്ടി നല്ലത് ഇങ്ങനെ കഴിക്കുന്നതാണ്.
ഇനി ഒരുപാട് ഡ്രൈ ആക്കണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് മല്ലിയിലയും ഇട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒന്ന് അടച്ചു വെക്കാം. ഇതിൻ്റെ മുകളിൽ വേണേൽ ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് വരും. ഇതിൻ്റെ മുകളിൽ ശകലം പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ചേക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്നാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം, സപ്പോർട്ട് ചെയ്യുകയും വേണം, എല്ലാവരും ഷെയർ ചെയ്യുകയും വേണം.